കാഴ്ചാ പരിമിതിയുമായി പാലക്കാട് ജനവാസ മേഖലയിൽ തുറന്നിരുന്ന PT5 കാട്ടാനയ്ക്ക് ഇന്ന് ചികിത്സ നൽകി. മലമ്പുഴ മാന്തുരുത്തിയിൽ ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലായിരുന്നു ദൗത്യം. റേഡിയോ കോളർ ഘടിപ്പിച്ച ശേഷം ആനയെ ഉൾവനത്തിലേക്ക് തിരിച്ചുവിട്ടു. മണിക്കൂറുകൾ നീണ്ട ദൗത്യം. 100ഓളം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ. കാഴ്ചാ പരിമിതി മൂലം അവശനായിരുന്ന PT5 എന്ന ചുരുളിക്കൊമ്പന ഒടുവിൽ വനംവകുപ്പ് ചികിത്സ നൽകി. രാവിലെ 8 മണിയോടെയാണ് ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിൽ ദൗത്യം തുടങ്ങിയത്. 6 സംഘങ്ങളായി തിരിഞ്ഞ മലമ്പുഴയ്ക്ക് സമീപം മാന്തുരുത്തിയിൽ ആനയെ ലൊക്കേറ്റ് ചെയ്തു. 2 ഡോസ് മയക്കുവെടി വെച്ചു. ഓടാനാകാതെ ആന അവിടെ തന്നെ നിലയുറപ്പിച്ചു. പൂർണ്ണ മയക്കമായതോടെ പരിശോധനയും ചികിത്സയും നടത്തി. കണ്ണിന് ഗുരുതര പ്രശ്നങ്ങളുണ്ടെന്നാണ് കണ്ടെത്തൽ. പ്രാഥമിക ചികിത്സ നൽകി. റേഡിയോ കോളർ ഘടിപ്പിച്ച ഉൾക്കാട്ടിലേക്ക് തുരത്തിയിട്ടുണ്ട്. എക്സാമിൻ ചെയ്തപ്പോൾ നമുക്ക് ചില ഒബ്സർവേഷൻസ് ഉണ്ട്. ബൈലാറ്ററൽ uveitis എന്നൊരു കണ്ടീഷനാണ്. ഒരു കണ്ണിൻ്റെ കാഴ്ച കുറച്ച് നല്ലോണം കുറവാണ്, ഒരു കണ്ണിൻ്റെ. മറ്റത് പാർഷ്യൽ ബ്ലൈൻഡ്നെസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള അക്യൂട്ടായിട്ട് ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. മരുന്ന് കൊടുത്തിട്ടുണ്ട്, ഇഞ്ചക്ഷൻസ് കൊടുത്തിട്ടുണ്ട്, കണ്ണ് കംപ്ലീറ്റ് പരിശോധിച്ചു, നമ്മളത് ഡ്രസ്സ് ചെയ്തു. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് വിലയിരുത്തൽ. ആനയുടെ സഞ്ചാരം 2 ആഴ്ച നിരീക്ഷിക്കും. മാറ്റമില്ലെങ്കിൽ മറ്റു നടപടി സ്വീകരിക്കും. രാജീവ് സുദേവിനൊപ്പം ശ്രീജി ശ്രീകുമാരൻ, 24 പാലക്കാട്.